ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് സെമ്മിലെ മേജർ പേപ്പറായിട്ടുള്ള ഇലക്ട്രോണിക്സ് 1-ലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നല്ലോ സെമി കണ്ടക്ടർ ഫിസിക്സ്. അപ്പോൾ അതിലെ സെമി കണ്ടക്ടർ ബി എൻ ജംഗ്ഷൻ, ബ്രേക്ക് ഡൗൺ ആൻഡ് ന്യൂ വോൾട്ടേജ് എന്നീ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കതിൽ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്, അതിൽ LED ആൻഡ് ഫോട്ടോ ഡയോഡിനുകളാണ്. ഫോട്ടോ ഡയോഡിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ VK മേത്തയുടെ ടെക്സ്റ്റിലെ 7.2 മുതൽ 7.10 വരെയുള്ള ഭാഗങ്ങളാണ് നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അതുപോലെ കൊടുത്തിട്ടില്ല. ഞാനതിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കണം കേട്ടോ. നമുക്ക് നേരെ ഈ ഒരു യൂണിറ്റിലേക്ക് നോക്കാം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് എന്നുള്ളത്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഡയോഡുകൾ, അതാണ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എന്താണ്? സിംപിളി സിലിക്കൻ്റെയോ ജർമ്മേനിയത്തിൻ്റെയോ എന്തായിരുന്നു? സിമ്പിൾ ഡയോഡ്സ് ആയിരുന്നു, PN ജംഗ്ഷൻ ഡയോഡ്സ് ആയിരുന്നു. ഇനി നമ്മൾ അത് കൂടാതെ മറ്റു ചില ഡയോഡുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഡയോഡുകളുടെ ഓരോന്നിൻ്റെയും പർപ്പസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ജർമ്മേനിയം, സിലിക്കൺ, PN ജംഗ്ഷൻ ഡയോഡുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? കാര്യമായിട്ട് നമ്മൾ റെക്ടിഫിക്കേഷനാണ് ഉപയോഗിച്ചത്. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ, AC കറണ്ടിനെ എന്താക്കി മാറ്റുക? ഡയറക്റ്റ് കറണ്ടായി മാറ്റുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുക? റെക്ടിഫിക്കേഷൻ എന്ന് പറയുക. സോ പവർ സപ്ലൈകളിൽ ഈ ആവശ്യത്തിനായാണ് നമ്മൾ എന്ത് ചെയ്തത്? റെക്ടിഫയർ ഡയോഡുകൾ ഉപയോഗിക്കുന്നത്, അതായത് ACയെ DC ആക്കി മാറ്റാൻ. എന്നാൽ റെക്ടിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് മാത്രമല്ല ഒരു ഡയോഡിന് ചെയ്യാൻ കഴിയുക. നമ്മൾ ഇന്നത്തെ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ നമുക്ക് പലവിധ ആവശ്യങ്ങൾക്കായിട്ട് വ്യത്യസ്തമാർന്ന ഡയോഡുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡയോഡുകളാണ് സെനർ ഡയോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED, ഫോട്ടോ ഡയോഡ്, ടണൽ ഡയോഡ്, വരാക്ടർ ഡയോഡ്, ദെൻ ഷോക്ലി ഡയോഡ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെനർ ഡയോഡും ലൈറ്റ് എമിറ്റിംഗ് ഡയോഡും ഫോട്ടോ ഡയോഡുമാണ്. സെനർ ഡയോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. പക്ഷെ എന്നിരുന്നാലും സെനറിനെ കുറിച്ച് ചെറുതായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. സോ ഈ സെനർ ഡയോഡിൻ്റെ സിമ്പലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ആനോഡും കാഥോഡും ഏകദേശം ആ പേര് പോലെ തന്നെ Z എന്നുള്ള ഒരു മാർക്ക് പോലെ തോന്നിക്കുന്ന ആ ഭാഗമാണ് കാഥോഡ്. ആനോഡ് എന്താണ്? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആനോഡ്. ഓക്കെ, സെനർ ഡയോഡിൻ്റെ സിമ്പലും നിങ്ങൾ കണ്ടു. ഒരു സെനർ ഡയോഡിൻ്റെ ഫിഗറാണ്. അവർ ആ ബ്ലാക്ക് റിങ് ഉള്ള ആ ഭാഗമാണ് അതിൻ്റെ കാഥോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെനർ ഡയോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയണിൽ പ്രവർത്തിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു ഡയോഡാണ് സെനർ ഡയോഡ്. നമ്മുടെ സാധാരണ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഈ റീജിയണിൽ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? അമിതമായ കറണ്ട് കാരണം അത് ഡാമേജ് ആയി പോകും. എന്നാൽ സെനർ ഡയോഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സാഹചര്യത്തിലും സുരക്ഷിതമായി എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രത്യേകതകളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതെല്ലാം. സെനർ ഡയോഡുകൾ എന്താണ് നിർമ്മിക്കുമ്പോൾ അവയിൽ കൂടുതൽ എന്ത് ചെയ്യും? ഡോപ്പിംഗ് എലമെൻറ്റുകൾ ചേർക്കും, മറ്റ് ആറ്റങ്ങളൊക്കെ ചേർക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഡയോഡിനുള്ളിലെ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? വളരെ നാരോ അല്ലെങ്കിൽ നേർത്തതായിട്ട് മാറും. ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറയ്ക്കാനും ആ പോയിന്റിൽ കൃത്യമായി എന്ത് ചെയ്യും? പ്രവർത്തിക്കാനും സഹായിക്കും. അപ്പോൾ നിങ്ങൾ ആ സെനർ ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. അതിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാധാരണ ഡയോഡിനെ പോലെയാണ്. എന്നാൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിലൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു വോൾട്ടേജ്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ VZ എന്ന് പറയുന്ന സെനർ വോൾട്ടേജ് എന്ന പോയിന്റിലെത്തിയാൽ പിന്നീട് അങ്ങോട്ട് വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. കറണ്ട് എന്ത് ചെയ്യും? അതിവേഗം വർദ്ധിക്കും, അല്ലേ? അപ്പോൾ
ഇവിടെ ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെനർ ഡയോഡിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിലെ വോൾട്ടേജ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അവിടെ കറണ്ട് എത്ര വർദ്ധിച്ചാലും ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യില്ല, ഏതാണ്ട് സ്ഥിരമായി എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു. ഗ്രാഫിൽ ഇത് കുത്തനെ താഴോട്ട് പോകുന്ന വരിയായി കാണാം. നമ്മൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുമ്പം നിങ്ങളത് ഓൾറെഡി ഒബ്സർവ് ചെയ്തതാണ്. ഇനി സെനർ ഡയോഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് റെഗുലേറ്ററാണ്. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് കറണ്ടിൽ എത്ര മാറ്റം വന്നാലും വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്താനുള്ള ഈ സെനർ ഡയോഡിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളിലേക്ക് എത്തുന്ന ഈ വോൾട്ടേജ് ഇല്ലേ, അതൊരു പരിധിയിൽ കൂടാതെ കറണ്ട് എത്ര കൂടിയാലും വോൾട്ടേജ് കൂടാതെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യും, സെനർ ഡയോഡ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ എന്താണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റുകളും എന്താണ്, LED ആണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ബൾബൊക്കെ എന്താണ്, ഇപ്പോൾ LED ആണ്. അപ്പോൾ എന്താണ് LED? LEDൻ്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എവറിഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഘടകമാണെന്ത്, LED എന്ന് പറയുന്നത്. അതായത് ഫോർവേഡ് ബയാസിൽ പ്രകാശം പുറത്തുവിടുന്ന ഒരു ഡയോഡാണെന്ത്, LED എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിൽ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ പ്രകാശം പുറത്തുവിടുന്ന, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ഡയോഡാണെന്ത്, LED. അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്ത്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ആ റെഡ് കളറിൽ, ഗ്രീൻ, ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ എന്താണ്, LED ആണ്. നിങ്ങൾക്ക് അതിൻ്റെ 2 ടെർമിനൽ കാണാൻ പറ്റും. ഒന്ന് കുറച്ച് വലുപ്പമുള്ളതാണ്, എന്താണ് കുറച്ച് ചെറുതുമാണ് അല്ലേ. ഇനി അതിൻ്റെ സിമ്പലാണ് കാണുന്നത്. ആ 2 ആരോ പുറത്തോട്ട് പോകുന്നത് എന്താണ്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഡയോഡ് ഉണ്ടാക്കാൻ എന്താ ഉപയോഗിക്കുക, സിലിക്കൺ അല്ലെങ്കിൽ ജർമ്മേനിയാണ്. എന്നാൽ LED നിർമ്മിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഗാലിയം, ഫോസ്ഫറസ് അല്ലെങ്കിൽ ആഴ്സനിക് എന്നീ മൂലകങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ ഈ മൂലകങ്ങൾ, അതായത് ഗാലിയം, ഫോസ്ഫറസ്, ആഴ്സനിക്കിൻ്റെ ഒക്കെ അളവിൽ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ തുടങ്ങി വിവിധ കളേഴ്സിലുള്ള LEDകൾ എന്ത് ചെയ്യും, നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, റെഡ് ലൈറ്റാണ് കിട്ടുക. ഗാലിയം ഫോസ്ഫൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലോ ഗ്രീൻ ലൈറ്റും നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ LED വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ആ ഫസ്റ്റ് ഫിഗർ, ഇതിലെ ഏറ്റവും ലെഫ്റ്റിലുള്ള ഫിഗർ നോക്കുക. ഒരു LED ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഫോർവേഡ് ബയാസിലാണ് അല്ലേ. P എന്നുള്ള ഭാഗം എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവിലോട്ടും. N എന്നുള്ള ഭാഗം എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയാസിലാണ്. സോ ഒരു LED ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ N ടൈപ്പ് ഭാഗത്തു നിന്നുള്ള ഇലക്ട്രോണുകൾ ഈ ജംഗ്ഷൻ കടന്ന് എങ്ങോട്ട് പോകും, P ടൈപ്പ് ഭാഗത്തുള്ള ഹോളുകളുമായി എന്ത് ചെയ്യും, കൂടിച്ചേരും, റീകോമ്പിനേഷൻ നടക്കും. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോണുകൾ എന്താണ്, നമ്മൾ വാലൻസ് ബാൻഡിലുള്ള ഹോളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോണുകൾ എപ്പോഴും എന്താണ്, ഹയർ എനർജി ലെവലിലാണ്. അപ്പോൾ ഹോളുകൾ എവിടെയുള്ളത്, ലോവർ എനർജി ലെവലിലാണ്. സോ ഈ ഹയർ എനർജിയിലുള്ള കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണുകൾ വാലൻസ് ബാൻഡിലുള്ള ഹോളുകളുമായി കൂടിച്ചേരും, എന്ത് ചെയ്യും, ഈ ഹയർ എനർജിയിൽ നിന്ന് തിരിച്ച് ലോവർ എനർജിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് എനർജി ഡിഫറൻസിലുള്ള ഇതിനെന്ത് ചെയ്യും, എമിറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണുകൾ ഹോളുകളുമായി കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യും, അധികമുള്ള ഊർജം പ്രകാശമായും താപമായും അല്ലെങ്കിൽ ടെമ്പറേച്ചറായിട്ട് എന്ത് ചെയ്യും, ഹീറ്റായിട്ട് പുറത്തു വിടും. സോ സിലിക്കൺ ഡയോഡുകളിൽ ഈ ഊർജം പൊതുവേ എന്താണ്, താപമായിട്ടാണ്, ഹീറ്റായിട്ടാണ് നഷ്ടപ്പെടുന്നത്. എന്നാൽ ഗാലിയം ആഴ്സനൈഡ് പോലെയുള്ള പദാർത്ഥങ്ങളിൽ എന്ത് ചെയ്യും, ഇത് തീവ്രമായിട്ടുള്ള ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നു, നല്ല ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റായിട്ട് പുറത്തു വരുന്നു. ഓക്കെ, സിലിക്കൺ ജർമ്മേനിയത്തിൽ നമുക്ക് പൊതുവെ അത് കാണാൻ പറ്റൂല, അത് മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. പക്ഷേ ഗാലിയം ആഴ്സനൈഡ് പോലെയുള്ള, ഗാലിയം ഫോസ്ഫൈഡ് പോലെയുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡയോഡ് അഥവാ LED എന്ത് ചെയ്യാണ്, ഇത് ലൈറ്റായിട്ടാണ്, അല്ലെങ്കിൽ ആ എനർജി ഡിഫറൻസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ എന്താണ്, നമുക്ക് വിസിബിൾ റീജിയനിലുള്ള ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് കാണാൻ പറ്റും. ഇനി LED ഈ സർക്യൂട്ട് ചിഹ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഡയോഡിൻ്റെ സമമാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന 2 ആരോസ് നിങ്ങൾ കണ്ടില്ലേ,
ഇതെന്താണ്? ഈ ഡയോഡ് പ്രകാശം പുറത്തുവിടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ നിറങ്ങളിലുള്ള LED-കൾക്കും എന്താണ് നമ്മൾ ഒരേ ചിഹ്നമാണ് കേട്ടോ ഉപയോഗിക്കുക. ഇനി ഞങ്ങൾക്ക് ഏറ്റവും എക്സ്ട്രീം റൈറ്റിലൊരു ഗ്രാഫ് കാണാൻ പറ്റും. റേഡിയേറ്റഡ് ലൈറ്റിനെ Y ആക്സിസിലും IFന് എന്താണ് എഗെയിൻസ്റ്റ് X ആക്സിസിലും. സോ LED പുറത്ത് വിടുന്ന പ്രകാശത്തിൻ്റെ അളവ് അതിലൂടെ കടന്നു പോകുന്ന ഫോർവേഡ് കറൻറ്റിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? LED-യിലൂടെയുള്ള കറൻറ്റാണെന്ത്? IF എന്ന് പറയുന്നത് ഫോർവേഡ് കറൻറ്റ്. ആ LED-കൾ അല്ലെങ്കിൽ അതിലൂടെ കറൻറ്റ് പോകുമ്പോൾ പുറത്ത് വിടുന്ന ലൈറ്റാണെന്ത്? അതിൻ്റെ Y ആക്സിസിൽ. ഓക്കെ, അപ്പോൾ ആ പ്രകാശത്തിൻ്റെയും അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെയും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് കറൻറ്റ് കൂടുന്തോറും എന്ത് ചെയ്യും? പ്രകാശത്തിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയെ ഡയറക്റ്റായിട്ട് ലൈറ്റ് എനർജിയാക്കി മാറ്റാൻ പറ്റുന്ന ഉപകരണമാണ്, ഡിവൈസാണ് എന്ത്? LED എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം നൽകാൻ എന്തിനു പറ്റും? LED-കൾക്ക് പറ്റും. ഓക്കെ, ഇനി ഈ കാണുന്നത് എന്താണ്? ഒരു സർക്യൂട്ടാണല്ലേ. എന്ത് സർക്യൂട്ടാണിത്? നോക്കിയേ. LED-യുടെ വോൾട്ടേജും ആൻഡ് കറൻറ്റുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു LED സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കലായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നാണ് ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. സോ LED-കൾക്ക് വളരെ സെൻസിറ്റീവായ ഡിവൈസാണ് LED എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ അളവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ വോൾട്ടേജോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അത് ആ പരിധിക്ക് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? LED പെട്ടെന്ന് ഡാമേജ് ആവും, കത്തിപ്പോകും. സോ നമുക്ക് നോക്കാം. മിക്ക LED-കളും പ്രവർത്തിക്കാൻ എന്താണ് ആവശ്യമായ വോൾട്ടേജ് അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുന്ന കറൻറ്റും എന്താണ് താഴെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് വോൾട്ടേജ് സാധാരണയായി നമുക്ക് എന്ത് വരെ കൊടുക്കാം? ഒരു വോൾട്ട് മുതൽ 3 വോൾട്ട് വരെ കൊടുക്കാം. അതുപോലെ ഫോർവേഡ് കറൻറ്റ് എന്ന് പറയുന്നത് 20 മില്ലി ആംപിയർ മുതൽ 100 മില്ലി ആംപിയർ വരെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സർക്യൂട്ടിൽ VS എന്നുള്ള ഒരു ബാറ്ററി ഉണ്ട്. അത് LED-യിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? RS എന്നുള്ള ഒരു സീരീസ് റെസിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സീരീസ് റെസിസ്റ്റൻസ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്? LED-യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ അതിൻ്റെ സുരക്ഷിതമായ പരിധിയിൽ അധികമായാൽ ആ ഒരു സേഫ് വാല്യൂ ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ എത്രയെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിനധികമായാൽ എന്ത് ചെയ്യും? ഡയോഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഡാമേജ് ആയി പോകും. ഇത് ഒഴിവാക്കാൻ LED-ക്ക് സീരീസ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റർ നമ്മൾ ഘടിപ്പിക്കും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? വേണമെങ്കിൽ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്നും പറയാം. RSനെ നമുക്ക് എന്തെന്ന് പറയാം? കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്നും പറയാം. ഓക്കെ, ഇനി താഴെ നിങ്ങളൊരു ഇക്വേഷൻ കണ്ടോ? അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു സർക്യൂട്ടിലെ ഇൻപുട്ട് വോൾട്ടേജ് നിങ്ങൾ എന്താണെന്ന് കരുതുക? VS ആണ്. ഓക്കെ, LED-ക്ക് ആവശ്യമായ വോൾട്ടേജ് എന്താണ്? അത് VD ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ വോൾട്ടേജും കറൻറ്റും എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മളെങ്ങനെ എഴുതുക? അത് എന്തായിരിക്കും? VS മൈനസ് VD ആയിരിക്കും. സോ നമ്മൾ വോൾട്ടേജ് സോഴ്സിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? VS-ഉം LED-ക്ക് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? VD-യും ആണ്. അപ്പോൾ അല്ലെങ്കിൽ RSന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? VS മൈനസ് VD ആണ്. ഓക്കെ, ഇനി ഈ സർക്യൂട്ടിലെ കറൻറ്റ് എന്താണ് വരിക? സർക്യൂട്ടിലെ കറൻറ്റ് എന്ന് പറയുന്നത് IF ആണ്. സോ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചുകൊണ്ട്, ഓംസ് ലോ നമുക്കറിയാലോ, ഓംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഈ IF എന്നുള്ള സർക്യൂട്ടിലെ കറൻറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? IF ഈക്വൽ ടു VS മൈനസ് VD ഡിവൈഡഡ് ബൈ RS എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ സർക്യൂട്ടിലെ കറൻറ്റിൻ്റെ ഇക്വേഷനാണ് എന്ത്? IF ഈക്വൽ ടു VS മൈനസ് VD ഇൻറ്റു RS. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 9 വോൾട്ടിൻ്റെ എന്ത് ചെയ്യുക? ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് 2 വോൾട്ട് ആവശ്യമായിട്ടുള്ള ഒരു LED കത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന 7 വോൾട്ടിന് എന്ത് ചെയ്യണം? ഈ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ട് വരണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? LED ഡാമേജ് ആവാതെ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി LED-യുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ലോ വോൾട്ടേജ് ആണ്. വളരെ കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു. എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് വൈദ്യുതി ലാഭിക്കാൻ എന്ത് ചെയ്യും? സഹായിക്കും.
രണ്ടെന്ന് പറയുന്നത് ലോങ്ങർ ലൈഫാണ്. എൽ ഇ ഡികൾക്ക് ഏകദേശം 20 വർഷത്തിലധികം എന്ത് ചെയ്യും, കേടുകൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നൊന്ന് പറയുന്നത് ഫാസ്റ്റ് ഓൺ ഓഫ് സ്വിച്ചിങ് ആണ്. അതിവേഗത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓണാക്കാനും ഓഫാക്കാനും എൽ ഇ ഡികൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേകളും ഇൻഡിക്കേറ്ററിലൊക്കെ എന്ത് ചെയ്യും, ഈ എൽ ഇ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എൽ ഇ ഡിനെ എങ്ങനെ നമ്മൾ റിവേഴ്സ് ബയാസ് നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക? അതായത് എൽ ഇ ഡികൾ ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യും, പ്രകാശിക്കും. റിവേഴ്സ് ബയാസിൽ പക്ഷേ എൽ ഇ ഡി എന്താണ്, വളരെ ദുർബലമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മിക്ക എൽ ഇ ഡികളുടെയും പരമാവധി റിവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, 3 വോൾട്ട് മാത്രമാണ്. അപ്പോൾ അബദ്ധവശാൽ നമ്മൾ ഈ 3 വോൾട്ടിൽ കൂടുതൽ പിന്നെ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ബൈ മിസ്റ്റേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൽ ഇ ഡി എന്ത് ചെയ്യും, കത്തിപ്പോകും. ഫോർവേഡ് ബയാസിൽ മാത്രമല്ല, നിങ്ങൾ അറിയാതെ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തുകൊണ്ട് 3 വോൾട്ടിലധികം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എൽ ഇ ഡി ഡാമേജ് ആവും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എൽ ഇ ഡിയെ റിവേഴ്സ് വോൾട്ടേജിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു സാധാരണയുള്ള ഒരു പി എൻ ജംഗ്ഷൻ എന്താണ് റെക്ടിഫയർ ഡയോഡ് നമ്മൾ എന്ത് ചെയ്യും, എൽ ഇ ഡിക്ക് പാരലായിട്ട് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഘടിപ്പിച്ച് വെക്കും. നിങ്ങൾ ആ ഫിഗറിൽ കണ്ടില്ലേ, എൽ ഇ ഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എന്തുണ്ട്, ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ എൽ ഇ ഡിക്ക് പാരലായിട്ടാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അഥവാ എവിടെയെങ്കിലും റിവേഴ്സ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ വൈദ്യുതി എന്ത് ചെയ്യും, റെക്ടിഫയർ ഡയോഡിലൂടെ കടന്നുപോയി എൽ ഇ ഡിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കും. കാരണം +5 വോൾട്ടേജിൻ്റെ മുകളിൽ +5 വോൾട്ടേജ് ഒരു 100 ഓമിലൂടെ എൽ ഇ ഡിക്ക് 100 ഓമിലൂടെ റെസിസ്റ്റൻസിലൂടെ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഏതെങ്കിലും നെഗറ്റീവ് വോൾട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ, റിവേഴ്സ് വോൾട്ടേജ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും, ഈ പി എൻ ജംഗ്ഷൻ അക്രോസിലൂടെ കടന്നുപോയി എൽ ഇ ഡി അതെന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എൽ ഇ ഡികൾ ഏറ്റവും നല്ല മികച്ച പ്രകാശ ലൈറ്റ് സോഴ്സ് ആണെങ്കിലും നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതീവ ശ്രദ്ധ പുലർത്തണം. ഓക്കെ, റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എൽ ഇ ഡി നമ്മളെ ബാറ്ററി ആയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ശ്രദ്ധിച്ചില്ല എങ്കിൽ ലാബിലൊക്കെ ചെയ്യുമ്പോൾ എൽ ഇ ഡി പെട്ടെന്ന് എന്ത് ചെയ്യും, ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. സോ അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി കളർ എൽ ഇ ഡി ആണ്. എ എൽ ഇ ഡി ദാറ്റ് എമിറ്റ്സ് വൺ കളർ വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് അനദർ കളർ വെൻ റിവേഴ്സ് ബയാസ്ഡ് ഈസ് കോൾഡ് എ മൾട്ടി കളർ എൽ ഇ ഡി. ഓക്കെ, അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം എന്താണ്, ഒറ്റ നിറം മാത്രം പുറത്ത് വിടുന്ന എമിറ്റ് ചെയ്യുന്ന എൽ ഇ ഡികളെ കുറിച്ചാണ്. എന്നാൽ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് നിറങ്ങൾ നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൈറ്റുകൾ എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയോഡുകളുണ്ട്. അവയെ നമ്മൾ എന്ത് പറയുക, മൾട്ടി കളർ എൽ ഇ ഡി എന്ന് പറയാം. സോ മൾട്ടി കളർ പിന്നെ എൽ ഇ ഡിക്കുള്ളിൽ എങ്ങനെയുണ്ടാവുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാരലായിട്ട് എന്താണ് ഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിവേഴ്സ് പാരലൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 പി എൻ ജംഗ്ഷനുകളാണ് ഉണ്ടായിരിക്കുക. അതായത് ഒന്നാമത്തെ ഡയോഡിൻ്റെ ആനോഡ് രണ്ടാമത്തെ ഡയോഡിൻ്റെ കാഥോഡുമായും, ഒന്നാമത്തതിൻ്റെ കാഥോഡ് രണ്ടാമത്തതിൻ്റെ എന്ത് ചെയ്യും, ആനോഡുമായും ബന്ധിപ്പിച്ച് വെക്കും. നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഓരോന്നിൻ്റെയും ഒന്നാമത്തതിൻ്റെ കാഥോഡ് എങ്ങോട്ടാണ്, ഒന്നാമത്തതിൻ്റെ ആനോഡ് രണ്ടാമത്തതിൻ്റെ കാഥോഡായിട്ടും, ഒന്നാമത്തതിൻ്റെ കാഥോഡ് എങ്ങോട്ടാണ്, രണ്ടാമത്തതിൻ്റെ ആനോഡുമായിട്ടായിരുന്നു ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഇത്തരം എൽ ഇ ഡികളുടെ വർക്കിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 പാർട്ടായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ഫോർവേഡ് ബയാസ് വരുമ്പോൾ നിങ്ങൾ ആ ഫിഗറിൽ ഫസ്റ്റ് ഫിഗർ 1ൽ വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്ത് വരും, മുകൾ ഭാഗത്ത് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതെന്ത് ചെയ്യും, പ്രകാശം പുറപ്പെടുവിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെന്ന് വിചാരിക്കുക, റെഡ് ലൈറ്റ് പുറപ്പെടുവിച്ചു. ഇനി വോൾട്ടേജ് റിവേഴ്സ് ആകുമ്പോഴോ മുകളിൽ -V ആകുന്ന സമയത്ത് നെഗറ്റീവ് വോൾട്ടേജിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യുക, ഭാഗങ്ങൾ പരസ്പരം മാറ്റിയാൽ അതാ പൊളാരിറ്റി റിവേഴ്സ് ചെയ്താൽ വലതുവശത്തുള്ള റൈറ്റ് സൈഡിലുള്ള പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ലെഫ്റ്റ് സൈഡിലുള്ള എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള വലതുവശത്തുള്ള ഡയോഡ് എന്ത് ചെയ്യുന്നു, പച്ച നിറം പുറപ്പെടുപ്പിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ പൊളാരിറ്റി മാറുന്നതനുസരിച്ച് എന്തായിട്ട് മാറി, റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും എമിറ്റ് ചെയ്യുന്ന ഒരു ഡയോഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മാറാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു നിറം എങ്ങനെ കിട്ടുക, മൂന്നാമത്തെ ഒരു നിറം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി കളർ എൽ ഇ ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്,
വോൾട്ടേജിൻ്റെ ഈ ഒരു ഡയറക്ഷനില്ലേ അത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫാസ്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ഈ രണ്ട് നിറങ്ങളും കൂടെ കൂടിയാണ്ട് മൂന്നാമതൊരു നിറം കൂടി അനുഭവപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ചുവപ്പും അല്ലെങ്കിൽ റെഡും ഗ്രീനും നൽകുന്ന ഒരു LED ഈ വളരെ വേഗത്തിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്താൽ, ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് കത്തുന്നതായിട്ടും കാണാം, നമുക്ക് മഞ്ഞ നിറത്തിൽ പ്രകാശിക്കുന്നതായി തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മൾട്ടി കളർ LED ഉപയോഗിച്ച് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി മാറ്റുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ് ഗ്രീൻ എന്നീ നിറങ്ങളും അപ്പോൾ വേഗത്തിൽ മാറി നിൽക്കുന്നതിലൂടെ യെല്ലോ നിറവും എന്ത് ചെയ്യും നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇൻഡിക്കേറ്ററിലും മറ്റ് സിഗ്നലിലൊക്കെ കാണിക്കാൻ എന്താണ് ഈ ഒരു കൺസെപ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. ഇനി എന്തൊക്കെയാണ് LED ഉപയോഗങ്ങൾ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഇപ്പോൾ LED നമുക്കറിയാം ഒരു ലോ പവർ ഒരു ലോ പവർ ഉപകരണമാണെന്ത് LED എന്ന് പറയുന്നത്. ഇതിൻ്റെ പവർ റേറ്റിംഗ് മില്ലി വാട്ട് അളവിലായതിനാൽ ഒരു വലിയ മുറി പ്രകാശിപ്പിക്കുന്നതിനേക്കാൾ ഇൻഡിക്കേറ്ററുകളായി പ്രവർത്തിക്കാനാണ് ഇത് കൂടുതൽ അനുയോജ്യം. ഓക്കെ, അപ്പോൾ LED പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പവർ ഇൻഡിക്കേറ്റർ. എന്താണ് പവർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഡിവൈസ് അത് ഓണാണോ ഓഫാണോ എന്നറിയിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, LED ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡിലേക്ക് എന്ത് ചെയ്യും, വൈദ്യുതി എത്തും അല്ലേ, താഴെ ലോഡിലേക്ക് വൈദ്യുതി എത്തും. വീനിൻ്റെ അടുത്തുള്ള S എന്നുള്ള സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ലോഡിലേക്ക് എന്ത് ചെയ്യും, വൈദ്യുതി എത്തും. അതേസമയം RSലൂടെ കടന്ന LEDയിലേക്കും എന്ത് ചെയ്യും, കറണ്ട് എത്തും. തൽഫലമായി LED എന്ത് ചെയ്യും, പ്രകാശിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും RS കണക്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, LED ഡാമേജ് ആവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ പവർ ഇൻഡിക്കേറ്റർ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ മെഷീൻ ഓണാവുകയും ചെയ്യും, അതിൻ്റെ അപ്പുറം ഒരു ലൈറ്റ് കത്തുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. സീരീസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു LED കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ RSലൂടെ ഒരു LED കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ വരുന്നത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഡിജിറ്റൽ ക്ലോക്കുകളിൽ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിലൊക്കെ അക്കങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക, അത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനായി എത്ര LED വേണം, ABCDEFG അങ്ങനെ മൊത്തം 7 LED വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംവിധാനത്തെ നമ്മൾ എന്തെന്ന് പറയാം, 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. സോ ഇതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്, ഇതിൽ 8 എന്ന അക്കത്തിൻ്റെ ആകൃതിയിൽ 8 എന്ന നമ്പേഴ്സിൻ്റെ ആകൃതിയിൽ 8 സെഗ്മെൻറ്റ്സ് ആയി എത്തുന്നുണ്ട് 7 LED ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അക്കങ്ങൾ തെളിയുന്ന രീതിയോ എങ്ങനെയാണ് നമുക്കിതിൽ 1 കാണിക്കാൻ പറ്റുക, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, 1 എന്ന് വരുമ്പോൾ ബിയും സിയും മാത്രം കത്തിയാൽ മതി. നമ്മൾ 3 എന്നുള്ള അക്കം കിട്ടണമെങ്കിൽ ഏതൊക്കെ കത്തണം, ABCDG. ഓക്കെ, ഇപ്പോൾ 0 കിട്ടണമെങ്കിലോ G മാത്രം കത്തണ്ട, ബാക്കി എന്ത് കത്തണം, ABCDEF. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് നിങ്ങൾ നോക്ക്. ഒരു കോമൺ ആനോഡ് ടൈപ്പ് സർക്യൂട്ടാണ്. ഇവിടെ എല്ലാ 7 LEDൻ്റെയും പോസിറ്റീവ് അഗ്രങ്ങൾ ഒന്നിച്ച് ഒരു +5 പവർ സപ്ലൈയിലേക്ക് കൊടുത്തിരിക്കും. ഇനി ഏതെങ്കിലും ഒരു അക്കം പ്രകാശിപ്പിക്കണമെങ്കിൽ ആ LED നെഗറ്റീവ് ഭാഗം, കാഥോഡ് ഭാഗം എന്ത് ചെയ്യും, അത് ഗ്രൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ LED എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസായി പ്രകാശിപ്പിക്കും. ഓക്കെ, അതായത് ആനോഡ് എല്ലാം +5 വോൾട്ടിലേക്കാണ്. ബാക്കി നമുക്ക് ഏത് LED ആണോ ഈ നമ്പർ, ഇപ്പോൾ 1ന് ഇപ്പോൾ ഏതൊക്കെ വേണം, ബിയും സിയും വേണം. അപ്പോൾ ബിയും സിയും നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. ആ ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഫോർവേഡ് ബയാസിലായിട്ട് LED പ്രകാശിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് LEDകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് ഫോട്ടോ ഡയോഡ്. സോ LED ബേസിക്കലി വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം പുറത്ത് വിടുന്ന ഉപകരണമാണെങ്കിൽ, ഡിവൈസ് ആണെങ്കിൽ, ഫോട്ടോ ഡയോഡ് പ്രകാശത്തെ ലൈറ്റിനെ വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്ന ഡിവൈസാണ്. അപ്പോൾ എന്താണ് ഒരു ഫോട്ടോ ഡയോഡ്? എ ഫോട്ടോ ഡയോഡ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് സിലിക്കൺ ഓർ ജർമേനിയം PN ജംഗ്ഷൻ in which reverse current increases when the junction is exposed to light. Okay,
അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുള്ളൂ, വളരെ ചെറിയ കറണ്ട്, അതിന് നമ്മൾ എന്തെന്ന് പറയുക, ലീക്കേജ് കറണ്ട് എന്ന് പറയുക, വളരെ ഒരു ചെറിയ കറണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒഴുകുള്ളൂ. ഇതാണെങ്കിലോ ഈ ആ ഒരു ടെമ്പറേച്ചർ ഹീറ്റ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രോൺ എന്താണ്, ഹോൾ ജോഡികളുടെ കാരണമാണ്. എന്നാൽ ഫോട്ടോ ഡയോഡിൻ്റെ ജംഗ്ഷനിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പം, അഥവാ ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ലൈറ്റിലെ എനർജി എന്ത് ചെയ്യും, ഈ ആറ്റങ്ങൾ സ്വീകരിച്ചിട്ട് കൂടുതൽ എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോണുകളെയും ഹോളുകളെയും എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ആറ്റത്തിലെ വാലൻസ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ വാലൻസ് ബാൻഡിലെ ഒരു പിന്നെ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, എന്തെങ്കിലും എനർജി വേണം. അപ്പോൾ ആ എനർജി ആയിട്ട് എന്ത് ചെയ്യും, ഈ ഇൻസിഡൻ്റ് ലൈറ്റിന് എന്ത് ചെയ്യും, ഈ ആറ്റങ്ങൾ അബ്സോർബ് ചെയ്തിട്ട് അപ്പോൾ എന്ത് സംഭവിക്കുക, വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ എങ്ങോട്ട് പോകും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഫ്രീ ഇലക്ട്രോണുകളും ഹോളുകളും എന്ത് ചെയ്യും, ഉണ്ടാകും. സോ ഈ അധികമുള്ള ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റിവേഴ്സ് കറൻറ്റ് പിന്നെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ തീവ്രത അഥവാ ഇൻറ്റൻസിറ്റി കൂടുന്തോറും എന്ത് ചെയ്യും, റിവേഴ്സ് കറൻറ്റും വർദ്ധിക്കും. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, റിവേഴ്സ് കറൻറ്റും കൂടും. അതായത് ശരിക്കും എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ലൈറ്റൊന്നും ഇല്ല എങ്കിൽ എന്താണ്, റെസിസ്റ്റൻസ് മാക്സിമവും, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ സാധാരണ പിന്നെ ഫോട്ടോ ഡയോഡിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ കേസിനുള്ളിൽ സീൽ ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുണ്ടാവും ആ ജംഗ്ഷനിൽ ലൈറ്റ് പതിക്കുന്നതിനായിട്ടൊരു ഗ്ലാസ് വിൻഡോ ഉണ്ടായിരിക്കും. മറ്റ് ഡയോഡുകളെ പോലെ തന്നെ ഇതിനെന്താണ്, ആനോഡ് കാഥോഡ് എന്നിങ്ങനെയുള്ള 2 ലെഡും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ലാബിൽ കണ്ടു കഴിഞ്ഞാൽ LED പോലെ തന്നെ തോന്നിക്കുന്ന കറുപ്പ് കളറിലുള്ള ആ സാധനമാണെന്ത്, ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്കീമാറ്റിക് സിമ്പലിലേക്ക് നോക്കി, LED ചിഹ്നത്തിന് വിപരീതമായി, LED ചിഹ്നം എങ്ങനെയായിരുന്നു, 2 ആരോ പുറത്തോട്ടായിരുന്നു. പക്ഷേ ഫോട്ടോ ഡയോഡിൻ്റെ എങ്ങനെയാണ്, LED ചിഹ്നത്തിന് ഓപ്പോസിറ്റായി ഫോട്ടോ ഡയോഡിൻ്റെ ചിഹ്നത്തിൽ ഇങ്ങോട്ട് ഉള്ളിലോട്ട് ആരോ കാണിക്കുന്ന രീതിയിലുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോ ഡയോഡിൻ്റെ സർക്യൂട്ട് സ്കീമാറ്റിക് സിമ്പൽ എന്ന് പറയുന്നത്. സോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഈ ഡയോഡിലോട്ട് വരച്ച് വെച്ചിട്ടുള്ളത്, അതായത് പ്രകാശം ഉള്ളിലേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യണമെങ്കിൽ പ്രകാശം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ജംഗ്ഷനിൽ തന്നെ പതിക്കണം. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടാണ് പിന്നെ പോകുന്നതെങ്കിൽ എന്താണ്, ഈ ഇലക്ട്രോണുകൾ എന്താവും, കറണ്ടായി മാറുന്നതിന് മുമ്പ് തന്നെ ഹോളുകളുമായി കൂടിച്ചേർന്ന് ചെയ്യും, ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഡയോഡുകളും ട്രാൻസിസ്റ്ററൊക്കെ എങ്ങനെയാണ്, ലൈറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒപ്പാക്ക് ആയിട്ടുള്ള എന്താണ്, സുതാര്യമല്ലാത്ത കേസിനുള്ളിലാണ് വെക്കുക. നിങ്ങൾ ആ ബ്ലാക്ക് കളറൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക കവറിങ്ങിനുള്ളിലാണ് വെക്കുക. പക്ഷേ അപ്പോൾ എന്താണ്, അതിനുള്ളിലേക്ക് ലൈറ്റൊന്നും പോകില്ല. ഓക്കെ, പക്ഷേ ഫോട്ടോ ഡയോഡ് എന്ത് വേണം, പ്രകാശം കടത്തിയിടാൻ വേണ്ടി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് കവചത്തിലാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ലൈറ്റിൻ്റെ ആ ഒരു പ്രസൻസ് അറിയാനും അതിൻ്റെ അളവ് മെഷർ ചെയ്യാനൊക്കെ ഉണ്ട് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫോട്ടോ ഡയോഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ റിമോട്ട് കൺട്രോളുകൾ, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, ഫോട്ടോ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു ഫോട്ടോ ഡയോഡിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുക, എനിക്കൊരു സർക്യൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പിന്നെ VR അല്ലേ, VR R IRV എന്നൊക്കെ കണ്ടില്ലേ, ഇവിടെ V എന്നുള്ളൊരു പവർ സോഴ്സ് ഉണ്ട്, അതിലൂടെ പോകുന്ന സർക്യൂട്ടിലുള്ള കറണ്ട് എത്രയാണ്, IR, ഒരു സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്, അത് എത്രയാണ്, R. എന്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ഡയോഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഡയോഡ് എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കി, റിവേഴ്സ് ബയാസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോട്ടോ ഡയോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഫോട്ടോ ഡയോഡിൻ്റെ ജംഗ്ഷനിൽ ലൈറ്റൊന്നും പതിക്കാത്തൊരവസ്ഥയെ നമ്മളെന്ത് പിന്നെ പറയുക, ആ സമയത്തുള്ള കറണ്ടിന് നമ്മളെന്ത് പറയുക, ഡാർക്ക് കറണ്ട് എന്ന് പറയുക. ഇപ്പോൾ ഫോട്ടോ ഡയോഡിൻ്റെ ജംഗ്ഷനിൽ ലൈറ്റൊന്നും വന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ആ ഡയോഡിലുള്ള റിവേഴ്സ് കറണ്ട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കറണ്ടിനെ നമ്മൾ എന്തെന്ന് പറയുക, ഡാർക്ക് കറണ്ട് എന്ന് പറയുക. ഓക്കെ,
സോ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ വളരെ കുറച്ച് കറണ്ടേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. സോ ആ സമയത്തുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും, ഡാർക്ക് റെസിസ്റ്റൻസ് എന്നും പറയും. സോ ഒരു ഫോട്ടോ ഡയോഡിൻ്റെ ഡാർക്ക് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, VR ഡിവൈഡഡ് ബൈ ഡാർക്ക് കറൻറ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഫോട്ടോ ഡയോഡിൽ പിന്നെ പ്രകാശം പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഫോട്ടോ ഡയോഡിൽ പ്രകാശം വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ആ ലൈറ്റിൻ്റെ എനർജി ഇങ്ങോട്ട് മാറ്റും, ആറ്റങ്ങൾക്ക് കിട്ടും. സോ ഈ എനർജി ഉപയോഗിച്ച് കൂടുതൽ എന്തുണ്ടാകും, ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഫ്രീ ഇലക്ട്രോൺ എണ്ണം കൂടി കഴിഞ്ഞാൽ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, കറൻറ്റ് കൂടും. ഓക്കെ, സോ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് റിവേഴ്സ് കറൻറ്റും എന്ത് ചെയ്യും, കൂടും. സോ ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ പ്രകാശം എത്ര കൂട്ടിയാലും എന്ത് ചെയ്യും, കറൻറ്റ് പിന്നീട് കൂടുകയില്ല. ഈ പരമാവധി കറൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയുക, സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയുക. ഈ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ലൈറ്റ് എത്ര കൂട്ടി കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, കറൻറ്റ് കൂടില്ല. ഈ സമയത്തുള്ള കറൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയുക, സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലൈറ്റിൻ്റെ ഈ ഒരു പ്രസൻസ് അളക്കാൻ ഫോട്ടോ ഡയോഡിന് കഴിയുന്നത് എന്താണ്, ഈ റിവേഴ്സ് കറൻറ്റിലെ മാറ്റങ്ങൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ പ്രകാശമില്ലാത്തപ്പോൾ എന്താ ഉണ്ടാവുക, ഡാർക്ക് കറൻറ്റും, പ്രകാശം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവസാനം സാച്ചുറേഷൻ കറൻറ്റിലേക്കും എത്തും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ്, ഫോട്ടോ ഡയോഡാണ്. ഫോട്ടോ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, നമുക്ക് ഈ രണ്ട് ഗ്രാഫ് ഉപയോഗിക്കാം. രണ്ട് ഗ്രാഫുകൾ, ഒന്നാമത്തെ ഗ്രാഫ് ഇതാണ്, റിവേഴ്സ് കറൻറ്റ് ഇല്ലൂമിനേഷൻ കർവ്. ഓക്കെ, ഈ കർവിലേക്ക് നോക്കി Y ആക്സിസിൽ നിങ്ങൾ IR കാണാം, എന്താണ്, മൈക്രോ ആംബിയറിൽ. X ആക്സിസിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ഇല്ലൂമിനേഷൻ കാണാം, അതെന്താണ്, മില്ലി വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ശരിക്കും ഗ്രാഫ് എന്താണ്, പ്രകാശത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇല്ലൂമിനേഷനും അതനുസരിച്ചുണ്ടാകുന്ന റിവേഴ്സ് കറൻറ്റും തമ്മിലുള്ള ബന്ധമാണ്. ഇതിപ്പോൾ എന്താണ്, ഓൾമോസ്റ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇതൊരു സ്ട്രൈറ്റ് ലൈനാണ് അല്ലേ. അതായത് ലൈറ്റിൻ്റെ ഇലൂമിനേഷൻ കൂടുന്നതനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള സമവാക്യം നമുക്ക് ഉപയോഗിക്കാം, ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ദ ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ. സോ ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് IR = ME എന്നുള്ളതാണ്. സോ M എന്ന് പറയുന്നത് എന്താണ്, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്തെന്ന് പറയുക, ഫോട്ടോ ഡയോഡിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. എമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഇപ്പോൾ റിലേഷൻ എങ്ങനെയാണ്, ലൈറ്റിൻ്റെ ലൂമിനേഷൻ കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ എന്താണ് തീവ്രത കൂടുന്നതനുസരിച്ച് റിവേഴ്സ് കറൻറ്റും എന്ത് ചെയ്യും, കൂടി വരും. അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്രാഫാണെന്ത്, റിവേഴ്സ് വോൾട്ടേജും റിവേഴ്സ് കറൻറ്റ് കർവും. ഈ ഗ്രാഫിൽ എന്താ ഉള്ളത്, വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള ഡിഫറൻസാണ്. അതായത് ഡിഫറൻറ്റ് അളവിലുള്ള ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ വോൾട്ടേജിനനുസരിച്ച് പിന്നെ കറൻറ്റിൽ വരുന്ന മാറ്റമാണെന്നുള്ളത് ഈ ഒരു ഗ്രാഫിലുള്ളത്. ഈ ഗ്രാഫ് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു നിശ്ചിത റിവേഴ്സ് വോൾട്ടേജിൽ എന്താണ്, പ്രകാശത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും, റിവേഴ്സ് കറൻറ്റും എന്ത് ചെയ്യും, കൂടും. സോ E ഇതിൻ്റെ ഡിഫറൻറ്റ് അളവ് നിങ്ങൾക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും. അത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ സംഭവിക്കുന്നത്, IRും എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. സോ വോൾട്ടേജ് ഒരു പരിധിക്കപ്പുറം വർദ്ധിപ്പിച്ചാലും കറൻറ്റിൽ എന്ത് ചെയ്യില്ല, പിന്നീട് വലിയ മാറ്റങ്ങളൊന്നും വരില്ല. അപ്പോൾ പ്രകാശം അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് പ്രകാശം മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ, അതായത് കറൻറ്റ് പ്രധാനമായും എന്തല്ല, വോൾട്ടേജിനെയല്ല മറിച്ച് പ്രകാശത്തിൻ്റെ അതിൻ്റെ തീവ്രതയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഗ്രാഫ് എന്താണ്, ഡാർക്ക് കറൻ്റാണ്, പ്രത്യേകിച്ച് ലൈറ്റൊന്നും ഇല്ലാത്ത സമയത്തുള്ളത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, കറൻറ്റും വോൾട്ടേജും കൂടുന്നതനുസരിച്ച് കറൻറ്റും എന്ത് ചെയ്യുന്നു,
കൂടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഈ ഇത്തരം പ്രത്യേകതകൾ കൊണ്ടാണ് ഒരു ലൈറ്റ് സെൻസറായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫോട്ടോ ഡയോഡിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ലൈറ്റിലുണ്ടാകുന്ന നേരിയ ഒരു ഡിഫറൻസ് പോലും എന്ത് ചെയ്യും, അത് കറണ്ടിലും എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഫോട്ടോ ഡയോഡിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെന്താണ്, അലാം സർക്യൂട്ട് യൂസിങ് ഫോട്ടോ ഡയോഡ്, രണ്ടാമത്തെ എന്താണ്, കൗണ്ടർ സർക്യൂട്ട് യൂസിങ് ഫോട്ടോ ഡയോഡ്. സോ അലാം സർക്യൂട്ടിൽ എന്താ ചെയ്യുക, നമ്മൾ സേഫ്റ്റി സംവിധാനങ്ങളിൽ ഡോർ അലാറങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഈ ഫോട്ടോ ഡയോഡ് ഉപയോഗിക്കുക. ഇങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ വാതിലിൻ്റെ ഒരു വശത്ത് എന്ത് ചെയ്യും, ലൈറ്റ് സോഴ്സ് വെക്കും, മറ്റേ വശത്ത് എന്ത് ചെയ്യും, ഫോട്ടോ ഡയോഡും വെക്കും. ഓക്കെ, സാധാരണ അവസ്ഥയിൽ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ഫോട്ടോ ഡയോഡിൽ വന്ന് ഇങ്ങനെ പതിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സർക്യൂട്ടിൽ നിന്നുണ്ടാകും റിവേഴ്സ് കറണ്ട് ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഇനി ഒരാൾ വാതിലിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ലൈറ്റിനത് ഒബ്സ്ട്രക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആ വാതിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുക. ഫോട്ടോ ഡയോഡിൽ എന്ത് ചെയ്യില്ല, ലൈറ്റ് എത്തൂല. അപ്പോൾ ഈ കറണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് താഴും. എന്നിട്ട് എങ്ങോട്ട് പോകും, ഡാർക്ക് കറണ്ട് ലെവലിലേക്ക് പോകും. ഈ ഒരു മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അലാറം കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് കൗണ്ടർ സർക്യൂട്ടുകളാണ്. കൗണ്ടർ സർക്യൂട്ട് പറഞ്ഞാൽ ഫാക്ടറികളിലോ നിങ്ങൾ എയർപോർട്ടിലൊക്കെ കൺവെയർ ബെൽറ്റുകളില്ലേ, ഇതിലൂടെ പോകുന്ന സാധനങ്ങളെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ഫോട്ടോ ഡയോഡ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക വെച്ചാൽ, കൺവെയർ ബെൽറ്റിന് കുറുകെയായിട്ട് എന്ത് ചെയ്യും, അതിന് അക്രോസ് ആയിട്ട് ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഫോട്ടോ ഡയോഡിലേക്ക് പതിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഒരു ഫോട്ടോ ഡയോഡ് വെക്കും, അല്ല ഒരു ലൈറ്റ് സോഴ്സും ഫോട്ടോ ഡയോഡും വെക്കും. സോ ഓരോ വസ്തുക്കളും ഈ പ്രകാശത്തിനിടയിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, പ്രകാശം തടസ്സപ്പെടും, ഡയോഡിലെ കറണ്ട് എന്ത് ചെയ്യും, കുറയും അല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റ് വരുമ്പോൾ ലൈറ്റിനവിടെ ബ്ലോക്ക് ചെയ്യും, ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യും, കറണ്ട് ഡാർക്ക് കറണ്ടിലേക്ക് പോകും. പിന്നെ കുറച്ച് ഗ്യാപ്പിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ ഒബ്ജക്റ്റ് വരുമ്പോൾ. അങ്ങനെ ഓരോ തവണയും എന്താണ്, ഫോട്ടോ ഡയോഡിലെ കറണ്ട് കുറയുന്ന സമയത്ത് കൗണ്ടർ സർക്യൂട്ട് എന്ത് ചെയ്യും, അത് രേഖപ്പെടുത്തുകയും ആകെ എണ്ണം 1 അങ്ങനെ കൗണ്ട് ചെയ്യും. എത്ര എണ്ണം പോയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഇത് ഉപയോഗിച്ച് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 by 1 ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ നമ്മൾ കൺക്ലൂഷനിലായിട്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എങ്ങനെയാണോ തടസ്സപ്പെടുന്നത് അത് തിരിച്ചറിയാനുള്ള കഴിവാർക്കുണ്ട്, ഫോട്ടോ ഡയോഡിനുണ്ട്. ഈ രണ്ട് സർക്യൂട്ടിൻ്റെയും ബേസിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോട്ടോ ഡയോഡിൻ്റെ ലൈറ്റ് ഡിറ്റക്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സോ നമ്മൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ എണ്ണി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വേഗതയേറിയ വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാൻ എന്ത് പറ്റും, ഫോട്ടോ ഡയോഡ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള എന്താണ്, ഒന്ന് സെനർ ഡയോഡ്. സെനർ ഡയോഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ. പിന്നെന്താണ് LED, അതായത് വൈദ്യുതിയെ എന്താക്കി മാറ്റുക, ലൈറ്റാക്കി മാറ്റുക. പിന്നെ മൂന്നാമത്താണ് എന്ത്, ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ വൈദ്യുതിയാക്കി മാറ്റാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെക്സ്റ്റിൻ്റെ ബേസിലാണ് ഈ ക്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, VK മാത്തിൻ്റെ ടെക്സ്റ്റ് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കൂടെ വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസെപ്റ്റ് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക്